Welcome back, my dear students. So, നമ്മൾ Legendre equations അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെക്ഷൻ ഈസ് Legendre polynomials. സോ Legendre polynomials എന്ന് പറയുന്നത് Legendre functions തന്നെയാണ്, അല്ലെങ്കിൽ Legendre equationsന്റെ സൊല്യൂഷൻസ് തന്നെയാണ്. ഗിവൺ എ സ്പെസിഫിക് പർട്ടിക്കുലർ കണ്ടീഷൻ. ഇതൊരു ജനറൽ കേസ് അല്ല, അതിനൊരു പോളിനോമിയൽ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് സൊല്യൂഷൻ ആണ് Legendre polynomials എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് Legendre ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് നമുക്കറിയാം. ദ കോഎഫിഷ്യന്റ് ഓഫ് Legendre ഫംഗ്ഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് Legendre ഇക്വേഷൻ എന്തെന്ന് വെച്ചാൽ as plus 2 is equal to നമ്മൾ പ്രൂവ് ചെയ്താണ് n മൈനസ് എസ് ടൈംസ് n പ്ലസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 എസ്. എസിൻ്റെ വാല്യൂ 0, 1, 2 എക്സെട്ര. നൗ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷനെ y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു I wrote it as a naught y naught x എന്നാണ് പ്ലസ് a1 y1 ഓഫ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഈ y നോട്ട് എക്സും y1 എക്സും ഒക്കെ നമുക്കറിയാം. ഇനിയും നമ്മളൊരു പർട്ടിക്കുലർ കേസ് കൺസിഡർ ചെയ്യുന്നു. വെൻ n ഈസ് ഈക്വൽ ടു എസ്, n ഈസ് ഈക്വൽ ടു എസ് ആകുമ്പോൾ, ഓക്കെ, സോ n is equal to s ആകുമ്പോൾ a s plus 2ന്റെ വാല്യൂ 0 ആകും. അല്ലെങ്കിൽ n s ആണല്ലോ, n is equal to s ആണല്ലോ. സോ ഇവിടെ a n plus 2ന്റെ വാല്യൂ 0 ആകും. a n plus 2ന്റെ ടേംസിലാണ് a n plus 4 എഴുതുന്നത്. n plus 2 plus 2 ആണ് n plus 4. സോ n plus 2 0 ആണെങ്കിൽ a n plus 4 0 ആണ്. സോ വിച്ച് മീൻസ് a n plus 6 0 ആണ്. സോ വിച്ച് മീൻസ് a n plus 8 0 ആണ്. സോ എ എൻ പ്ലസ് 2 0 ആണെങ്കിൽ അതിനുശേഷം വരുന്ന എല്ലാ ഓഡ് ഈവൻ അല്ലെങ്കിൽ അതിന് 2 ടേംസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എന്താണ്? 0 ആണ്. ദിസ് ഇസ് ദ ഐഡിയ. സോ അപ്പം ഈ പോളിനോമിയലിൻ്റെ അകത്ത് n വരെയുള്ള ടേംസേ നോൺ 0 ആയി കാണത്തുള്ളൂ, ബാക്കി എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ y നോട്ട് എക്സ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് വൺ പ്ലസ് a2x square plus a4x raised to 4 plus a6x raised to 6 plus etc. y1 of x എഴുതുന്നത് a1x plus a3x cube plus etc. ഇവിടെ എഴുതുന്നു an x raised to n plus an plus 2 x raised to n plus 2 plus etc. Here also an x raised to n plus an plus 2 x raised to n plus 2 etc. This is the thing. Okay, ഇവിടെ രണ്ടും സെയിം അല്ല. ഇവിടുത്തെ ഈവൻ ടൈംസ് എല്ലാം ഉണ്ട്, ഇതിനകത്ത് ഓഡ് ടൈംസ് എല്ലാം ഉണ്ട്. ഓക്കെ, സോ നമുക്ക് രണ്ട് കേസ് ആയിട്ട് ഇവിടെ തിരിക്കാം. ഫസ്റ്റ് കേസ് 1, ഒന്ന് n ഈസ് ഈക്വൽ ടു എസ് ആയിരിക്കണം, n ഈവൻ ആയിരിക്കണം. n ഈവൻ ആണെങ്കിൽ an പ്ലസ് 2 ഈവൻ ടേംസ് മാത്രമേ ഉള്ളൂ. n ഈവൻ ആണെങ്കിൽ an-ഉം an പ്ലസ് 2 എല്ലാം ഈവൻ ടേംസ് ആണ്, ഓഡ് ടേംസ് അല്ല. സോ an പ്ലസ് 2 0 ആയിരിക്കും, an പ്ലസ് 3 0 ആയിരിക്കും, an പ്ലസ് 4 0 ആയിരിക്കും, an പ്ലസ് 6 എല്ലാം 0 ആയിരിക്കും. ഓക്കെ, ദിസ് 0, നെക്സ്റ്റ് ടൈം ബിക്കം 0. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, സോ n ഈവൻ ആണെങ്കിൽ വാട്ട് വി ഗെറ്റ്? y നോട്ട് ഓഫ് എക്സ് ബിക്കംസ് 1 പ്ലസ് a2x സ്ക്വയർ പ്ലസ് അപ് ടു എവിടം വരെ an x റൈസ് ടു n വരും. ഓക്കെ, കേസ് 2 n ഈസ് ഈക്വൽ ടു എസ് ആണ്, n ഓഡ് ആണ്. n ഓഡ് ആണെങ്കിൽ a-നും ഇൻഡെക്സ് ഓഡ് ഇൻഡെക്സ് ആണ്. അപ്പോൾ an പ്ലസ് 2 n ഓഡ് ആണെന്നുണ്ടെങ്കിൽ n ഈസ് ഈക്വൽ ടു എസ് ആയതുകൊണ്ട് n പ്ലസ് 2 0 ആയിരിക്കും, n പ്ലസ് 4 0 ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ ടേംസിന് ശേഷമുള്ളതെല്ലാം 0 ആയിരിക്കും. സോ അവിടെയും ഇവിടം വരെ വരത്തുള്ളൂ. ഓക്കെ, സോ y1x becomes a1x plus a3x cube plus etc. up to an x raised to n. So ഈ രണ്ട് കേസിലും
It's a polynomial of degree n. It's a polynomial of degree n. This is also a polynomial of degree n. ഇത് രണ്ടും ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസുമാണ്. കാരണം ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നാണ് ഇത് കിട്ടിയത്. ഇങ്ങനെ ഉള്ള ഈ y0നെയും y1നെയും പുസ്തകത്തിൽ ഇതിനെ y1 എന്നും y2 എന്നുമാണ് വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനെയാണ് ലെജൻഡർ പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്. These are called Legendre's polynomials. Okay. So Legendre polynomials എന്ന് വെച്ചാൽ Legendre ഫംഗ്ഷൻ തന്നെയാണ് on a particular case. n is equal to s ആകുമ്പോൾ ഉള്ള Legendre ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Legendre polynomials എന്ന് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്? അത് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് n+2 ടേംസ് ശേഷമുള്ള എല്ലാ കോയിഫിഷ്യൻസ് 0 ആയിരിക്കും. സോ y0ന്റെ അകത്ത് nth ടേം വരെയുള്ള ഒരു പോളിനോമിയൽ മാത്രമേ കാണത്തുള്ളൂ. y1ന്റെ അകത്തും nth ഡിഗ്രി വരെയുള്ള ഒരു പോളിനോമിയൽ കാണത്തുള്ളൂ. സോ y0ഉം y1ഉം ഒക്കെ n ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയൽസ് മാത്രമാകും. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് എ പോളിനോമിയൽ. ഈ y0നെയും y1നെയാണ് നമ്മൾ ലെജൻഡർ പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെജൻഡർ പോളിനോമിയൽസിന്റെ ചില പർട്ടിക്കുലർ കേസിലുള്ള ലെജൻഡർ പോളിനോമിയൽസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ലെജൻഡർ പോളിനോമിയൽസിനകത്ത് an വരെയുള്ള ടേംസേ ഉള്ളൂ. അതിനുശേഷമുള്ള ടേംസ് എല്ലാം 0 ആണ് ഇതിന്റെ രണ്ടിന്റെ അകത്തും. ഓക്കെ, സോ നമുക്ക് as+2നെ നമുക്ക് ഒന്നുകൂടെ എഴുതാം. വിച്ച് ഈസ് മൈനസ് ഓഫ് n മൈനസ് s n+s+1 ഡിവൈഡഡ് ബൈ s+1 into s+2 into as. ഇവിടെയും ഒരു മൈനസ് ഉണ്ടായിരുന്നു. I forgot to give it. Okay, this. ഇനി ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചെഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് as is equal to അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ s+2 into s+1 ഇവിടെ മൈനസ് ഉണ്ട് ഡിവൈഡഡ് ബൈ n minus s into n plus s+1 as+2. ഇവിടെ എസിന്റെ വാല്യൂ നമുക്ക് nth ഡിഗ്രി വരെയുള്ള പോളിനോമിയൽസ് ആണ് വേണ്ടത്. ഓക്കെ, സോ s+2ന്റെ മാക്സിമം വാല്യൂ n ആണ്. സോ s+2 മാക്സിമം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സോ s ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 2. ഓക്കെ, അപ്പം എസ് കാരണം ഇത് പോളിനോമിയൽസിന്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഇവിടെ s+2 is equal to n ആകുമ്പോൾ s+2 is equal to n ആകുമ്പോൾ s is equal to n minus 2. ഓക്കെ, സോ ഇവിടെ an ആകുമ്പോൾ we get an minus 2. അപ്പൊ anൽ നിന്ന് an അറിയാമെങ്കിൽ അതിൽ നിന്ന് n minus 2 കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ n minus 2 ആകുമ്പോൾ ഇവിടെ n minus 4 ആകും. അപ്പൊ an minus 2 അറിയാമെങ്കിൽ an minus 4. ഇവിടെ n minus 4 ആകുമ്പോൾ ഇവിടെ n minus 6. അപ്പൊ an minus 4 അറിയാമെങ്കിൽ an minus 6 കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻ ജനറൽ നമുക്ക് an അറിയാമെങ്കിൽ we can find an minus 2. an minus 2 അറിയാമെങ്കിൽ an minus 4. an minus 4 അറിയാമെങ്കിൽ an minus 6 etc. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻ ജനറൽ if we know an, then we can find an minus 2, we can find an minus 4, an minus 6 etc. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽസിന്റെ ഇത്തരം പോളിനോമിയൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് an അറിയാമെങ്കിൽ തൊട്ട് മുമ്പത്തെ കോഎഫിഷ്യന്റ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് an അറിയാമെങ്കിൽ തൊട്ട് മുമ്പത്തെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സോ an അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെജൻഡർ പോളിനോമിയൽസിന്റെ അകത്തെ ബാക്കി കോഎഫിഷ്യൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ തിരിച്ചാണ് ചെയ്യുന്നത്. a0 ഫസ്റ്റ് ടേമിൽ നിന്ന് ലാസ്റ്റ് കണ്ടുപിടിച്ചാണ് പോകുന്നത്. ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ലാസ്റ്റ് an വെച്ച് ഫിക്സ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ 2-3 പർട്ടിക്കുലർ കേസ് മാത്രം ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കുന്നു. സോ നമ്മൾ പർട്ടിക്കുലർ കേസ് എടുക്കുന്നു. കൺസിഡർ ദ കേസ് when n is equal to 0 and an last coefficient is 2n the whole factorial divided by 2 raised to n into n factorial the whole square. 2n the whole factorial is 1 into 2 into 3 into 4 into etc. n into n plus 1 into up to etc. 2n divided by 2 raised to n. ഇവിടെ 1 into 2 into 3 into etc. n the whole square. Okay,
ഇതാണ് നമ്മൾ എടുത്തത്. എ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. ഈ കേസിലുള്ള പോളിനോമിയൽസിന്റെ പ്രത്യേകതയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് AS ഈസ് ഈക്വൽ ടു വി ഹാവ് പ്രീവിയസ്ലി നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച എ എന്നറിയാമെങ്കിൽ an-2 കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് s plus 2 into s plus 1 divided by n minus s into n plus s plus 1 into as plus 2. ഓക്കെ, സോ ഇവിടെ നമുക്ക് എ എന്നറിയാം. സോ എസ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്നാണ്. സോ എസ് ഈസ് ഈക്വൽ ടു n മൈനസ് 2 ആകുമ്പോൾ ഉള്ള വാല്യൂ നമുക്കറിയാം. സോ ദിസ് ഈസ് an-2 ഈസ് ഈക്വൽ ടു എ നിന്ന് n മൈനസ് 2. ഇവിടെ എസിന് പകരം n മൈനസ് 2 മൈനസ് ഓഫ് n minus 2 plus 2 is n. Okay, next is n minus 2 plus 1 is n minus 1. Okay, divided by n minus s, that is n minus 2, which is n cancel which is 2. Okay, that is next is n plus n minus 2 plus 1, that is 2n minus 1. 2n minus 1. Okay, ഇനി a-ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2n the whole factorial divided by 2 raised to n into n factorial the whole square. Now this can be written as minus n into n minus 1. ഇവിടെ കിടന്നുണ്ട്. ഇവിടെ 2n minus 1 ഉണ്ട്. സോ 2n ഫാക്ടോറിയലിനെ 2n into 2n minus 1 into 2n minus 2 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. ഇത് ഫാക്ടോറിയലിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, 2n minus 1 ഉണ്ട്, 2 raised to n ഉണ്ട്. n ഫാക്ടോറിയലിനെ നമുക്ക് n ഫാക്ടോറിയലിനെ n into n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഒരു n ഫാക്ടോറിയൽ. അടുത്തതിനെ n into n minus 1 into n minus 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ എന്നിട്ട് കോമൺ ടേംസ് ക്യാൻസൽ ചെയ്ത് കളയും. ഇവിടെ n into n minus 1 ക്യാൻസൽ ചെയ്ത് കളയാം, 2n minus 1 ക്യാൻസൽ ചെയ്ത് കളയാം, 2 into n ഉണ്ട് ഇവിടെ, 2n ഇവിടെ ഉണ്ട്, 2n ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി ഗെറ്റ് ദി ആൻസർ ആസ് 2n minus 2 factorial divided by 2 raised to n into n minus 1 factorial into n minus 2 factorial. So a-ൽ നിന്ന് an minus 2 നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഈസ് നമ്മൾ an minus 4 കണ്ടുപിടിക്കും. സോ an minus 4 ഈസ്, സോ അപ്പോൾ എസിന് n minus 4 കൊടുക്കുക. അപ്പം ഇവിടെ n minus 4 plus 2, that is n minus 2, which is n minus 2. അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. That is next is n minus 4 plus 1, that is n minus 3. Okay, into an minus 2 divided by n minus 4. n minus 4 is 4. എസിന് n minus 4 എന്നാണ് കൊടുക്കുന്നത്. ദിസ് ഈസ് n പ്ലസ് n minus 4 മൈനസ് പ്ലസ് 1. സോ n പ്ലസ് n minus 4 പ്ലസ് 1, ദാറ്റ് ഈസ് 2n minus 3. ഓക്കെ, ഇനി നമ്മൾ an minus 2ന്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 2n minus 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 raised to n into n minus 1 ഫാക്ടോറിയൽ into n minus 2 ഫാക്ടോറിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So this is minus of n minus 2 into n minus 3 into 2n minus 2 factorial divided by 4 into 2n minus 3 into n minus 1 factorial into n minus 2 factorial, n minus 1 factorial into n minus 2 factorial. This is the answer. In simplify, ഇവിടെ ഒരു 2 raised to n ഉണ്ട്. So this is equal to minus of n minus 2 into n minus 3 into 2n minus 2 factorial ne 2n minus 2
into 2n minus 3 into 2n minus 4 factorial whole divided by 2 raised to n into 2 into 2 into 2n minus 3. 4 ne 2 into 2 nildi. n minus 1 factorial ne n minus 1 into n minus 2 into n minus 3 into n minus 4 factorial into n minus 2 factorial. Okay. Now, നമുക്ക് കോമൺ ടേംസ് ക്യാൻസൽ ആക്കി കളയാം. ഇവിടെ n minus 2 ഉണ്ട്, n minus 2 ഉണ്ട്, ക്യാൻസൽഡ്. n minus 3 ഉണ്ട്, n minus 3 ക്യാൻസൽഡ്. Now, ഇവിടെ 2 into n minus 1, that is 2n minus 2 വരും. 2n minus 2 ഇതും ഇതോടെ ചേർത്ത് ക്യാൻസൽ ആക്കി കളയുന്നു. 2n minus 3, 2n minus 3 get cancelled. Okay. So, the answer becomes minus ഉണ്ട് 2n minus 4 factorial divided by 2 raised to n into ഇതിനെ നമുക്ക് 2 factorial ഉണ്ട് 2 factorial into n minus 4 factorial into n minus 2 factorial അല്ലെങ്കിൽ തിരിച്ച് n minus 2 factorial into n minus 4 factorial. ഓക്കെ, നമുക്ക് a n minus 4 നമുക്ക് കിട്ടി. നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ n minus 4 വന്നപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ ഇവിടെ 2n minus 4 വന്നു. ഓക്കെ, സോ ഞാൻ നമ്മുടെ ജനറൽ ഒബ്സർവേഷൻ a n minus 2n എടുക്കുന്നു. ഓക്കെ, അപ്പോൾ a n minus 4 എന്ന് വെച്ചാൽ a n minus 2 into 2 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ a n minus 2 എന്ന് വെച്ചാൽ n minus 2 into 1. ഇനി എടുത്തപ്പോൾ നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ഒന്ന്, ഇവിടെ n minus 4 വന്നപ്പോൾ ഇവിടെ എന്ത് വന്നു? 2n minus 4 ഫാക്ടോറിയൽ വന്നു. അതുപോലെ തന്നെ ഇവിടെ n minus 2 വന്നപ്പോൾ ഇവിടെ 2n minus 2 ഫാക്ടോറിയൽ വന്നു. സോ ന്യൂമറേറ്ററിൽ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? n minus 2m വരുമ്പോൾ 2n minus 2m ഫാക്ടോറിയൽ വരും. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ഇവിടെ നമ്മളൊരു മൈനസ് എഴുതാൻ വിട്ടുപോയി. there is a മൈനസ്. ഓക്കെ, സോ ഇവിടുത്തെ വീണ്ടും ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് മൈനസ് പ്ലസ് ആകും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് ഈ മൈനസിനെ പ്ലസിൻ്റെ കാര്യമാണ്. ഇവിടെ n മൈനസ് 2 into 1 എടുത്തപ്പോൾ ഇവിടെ മൈനസ് 1 റേസ് ടു 1 വന്നു. ഓക്കെ, അടുത്തത് n മൈനസ് 2 into 2 എടുത്തപ്പോൾ ഇവിടെ മൈനസ് 1 സ്ക്വയർ വന്നു. ഓക്കെ, ദാറ്റ്സ് ദി ഐഡിയ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ n മൈനസ് 2m വരുമ്പോൾ മൈനസ് 1 റേസ് ടു m വരും. ഓക്കെ, അത്രയും കാര്യങ്ങൾ. അപ്പോൾ ന്യൂമറേറ്റർ ഫുള്ളായി. ഇനി ഡിനോമിനേറ്റർ, ഇവിടെയും 2 റേസ് ടു n ഉണ്ട്, ഇവിടെയും 2 റേസ് ടു n ഉണ്ട്. സോ അടുത്തടുത്തും 2 റേസ് ടു n കാണും. സോ ഡിനോമിനേറ്ററിൽ 2 റേസ് ടു n ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇവിടെ n മൈനസ് 2 into 1 എടുത്തപ്പോൾ ഇവിടെ താഴെ ഒരു 1 ഫാക്ടോറിയൽ ഉണ്ട്, നമ്മൾ എഴുതാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ n മൈനസ് 2 into 2 എന്ന് എടുത്തപ്പോൾ ഇവിടെ m ഈസ് ഈക്വൽ ടു 2 ആണ്. സോ ഇവിടെ എന്ത് വന്നു? 2 ഫാക്ടോറിയൽ വന്നു. അപ്പം n മൈനസ് 2 into 3 വരുമ്പോൾ ഇവിടെ എന്ത് വരും? 3 ഫാക്ടോറിയൽ വരും. അപ്പോൾ ഇവിടെ m വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു m ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഇവിടെ n മൈനസ് 4 വന്നപ്പോൾ ഇവിടെ എന്ത് വന്നു? n മൈനസ് 4 ഫാക്ടോറിയൽ വന്നു. അതുപോലെ ഇവിടെ n മൈനസ് 2 വന്നപ്പോൾ ഇവിടെ n മൈനസ് 2 ഫാക്ടോറിയൽ വന്നു. ഓക്കെ, ദാറ്റ്സ് നെക്സ്റ്റ് തിങ്. സോ n മൈനസ് 2m വരുമ്പോൾ എന്ത് കിട്ടും? n മൈനസ് 2m ഫാക്ടോറിയൽ വരും. ഇനി അടുത്തത് n മൈനസ് 4 ഫാക്ടോറിയൽ കഴിഞ്ഞാൽ പിന്നെ വന്നത് n മൈനസ് 2 ഫാക്ടോറിയൽ. ഈ 4ന്റെ പകുതിയാണ് വന്നത്. ഓക്കെ, 4ന്റെ പകുതിയാണ് 2. സോ ഇവിടെ 2ന്റെ പകുതിയാണ് 1. പിന്നെ വന്നത് n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. സോ ഇവിടെ 2m ആകുമ്പോൾ 2mന്റെ പകുതിയാണ് അടുത്ത് വരുന്നത്. ദാറ്റ് ഈസ് 2mന്റെ പകുതി ഈസ് m. സോ n മൈനസ് m ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് ദ ജനറൽ ടേം കോഎഫിഷ്യന്റ് ഫോർ നമ്മൾ ചൂസ് ചെയ്ത a-ന്റെ കേസിലുള്ള ലെജൻഡർ പോളിനോമിയൽസിന്റെ കോഎഫിഷ്യന്റ് ഇതാണ്. വി ഹാവ് ഒബ്റ്റെയിൻഡ് ദാറ്റ്. നൗ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു a n minus 2m is equal to minus 1 raised to m 2n minus 2m
the whole factorial divided by 2 raised to n m factorial into n minus 2m factorial into n minus m factorial. Okay, this is the coefficient of the polynomial. Okay, so a Legendre function having this equation a as the coefficient is a solution of Legendre equation. This solution is called a Legendre polynomial of degree n. Okay, so ഈ കോഎഫിഷ്യന്റ് ഇത് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന പോളിനോമിയലിനെയാണ്, ആ പോളിനോമിയൽ ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെ വരുന്ന പോളിനോമിയലിനെയാണ് നമ്മൾ ലെജൻഡർ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് യൂഷ്വലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് പി എൻ എക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയതാണ്. ദാറ്റ് ഈസ് പി എൻ എക്സ് ഈസ് ഈക്വൽ ടു summation m is equal to 0 to some capital M. എത്ര ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. കോഎഫിഷ്യന്റ് എ എം ആണ്, സോ എ എൻ മൈനസ് എം ആണ്. സോ -1 raised to m into 2n minus 2m the whole factorial divided by 2 raised to n into m factorial into n minus 2m factorial into n minus m factorial into ഇത് a n minus m n minus 2m ആണ്, അതിന്റെ കൂടെ വരുന്നത് x raised to n minus 2m. ഓക്കെ, ദിസ് ഈസ് ദ ലെജൻഡർ പോളിനോമിയൽ. ഈ ഫോമിൽ വരുന്ന പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെജൻഡർ പോളിനോമിയൽസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ലെജൻഡർ പോളിനോമിയൽസ് എന്നിന്റെ വാല്യൂ ഈവൻ ആകാം, ഓഡ് ആകാം. സോ ഇഫ് യു ചൂസ് m is equal to n/2 or n minus 1/2 whichever is integer. അതായത് n ഈവൻ ആകുമ്പോൾ n/2 എന്ന് ചൂസ് ചെയ്യുക. അപ്പൊ n/2 ഇൻറ്റീജർ. n ഓഡ് ആകുമ്പോൾ n/2 ഇൻറ്റീജർ അല്ല, n minus 1/2 എന്ന് ചൂസ് ചെയ്യുക. സോ ദിസ് ഈസ് ഫോർ n ഈവൻ, ദിസ് ഈസ് ഫോർ n ഓഡ്. ഓക്കെ, n ഓഡ് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് എമ്മിൻ്റെ വാല്യൂ n/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോളിനോമിയൽസ് കിട്ടും. ആ പോളിനോമിയൽസ് p0 x is equal to 1 and p2 x is equal to 1/2 3x square minus 1 p4 x is equal to, ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് 1/8 times 35 x raised to 4 minus 30x square plus 3 and p1 of x is equal to x and p3 of x is equal to 1/2 5x cube minus 3x and p5 of x is equal to 1/8 63x raised to 5 minus 70x cube plus 15x. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്. ഈ രണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ലെജൻഡർ പോളിനോമിയൽസ് ആണ്. ഈവൻ ഓർഡറും ഓഡ് ഓർഡറും ഉള്ള പോളിനോമിയൽസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. അപ്പം ഇങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്താൽ പോളിനോമിയൽസ് കിട്ടും. ഈ പോളിനോമിയൽസ് എല്ലാം നമ്മൾ പറഞ്ഞ ഇക്വേഷൻസിന്റെ ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷനാണ്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ലെജൻഡർ പോളിനോമിയൽസ്. നമ്മളിവിടെ an is equal to, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, an is equal to this നമ്പർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഈസ് ഫോർ അസൈൻമെന്റ് ഫോർ യു. an is equal to 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ n is equal to 0യുടെ കേസിൽ ദിസ് ഈസ് എൻ അസൈൻമെന്റ് ഫോർ യു. ഇങ്ങനത്തെ ലെജൻഡർ പോളിനോമിയൽസ് കണ്ടുപിടിക്കും. ഓക്കെ, ആൻഡ് അനദർ വൺ ഓഫ് യുവർ അസൈൻമെന്റ് ഈസ് ഇതെല്ലാം ലെജൻഡർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെന്ന് പ്രൂവ് ചെയ്യുക.
അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ വാല്യൂസും വൈയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ ഡാഷ് കണ്ടുപിടിക്കുക, വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയുക. ഇതുപോലെ തന്നെ P2 of x ഈസിക്കൽ ടു വൈ എന്ന് കൊടുത്തിട്ട് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിച്ച് ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കുക. ദാറ്റ്സ് ദി ഐഡിയ. ഓക്കെ, ഇതെല്ലാം n ഈസിക്കൽ ടു 0യുടെ കേസിലാണ്. അപ്പോൾ ദിസ് ഈസ് റിഗാർഡിംഗ് Legendre polynomials. അപ്പോൾ Legendre ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് when n is equal to 0 and n is equal to s ആകുന്ന കേസിൽ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷൻസിനെയാണ് നമ്മൾ Legendre polynomials എന്ന് വിളിക്കുന്നത്. ദിസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. താങ്ക് യു.